നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ മീനാക്ഷി കൂടുതൽ കൂടുതൽ സുന്ദരിയാവുക. ഇന്ന് ഒരു യവന സുന്ദരിയെ പോലെ. സൂയിസൈഡ് ചെയ്യാനാണോ ഉദ്ദേശം? ഒരുപക്ഷെ അത് ചെയ്തേക്കാം. എന്തായാലും രാത്രി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണ്ട. പോവാണെങ്കിലും രാവിലെ പോയാ മതി. അതേറ്റു. കാർത്തിയേട്ടൻ പോലേ മൈഥിലി എന്ന് പറയുന്നതായിരിക്കും ഇവള് കരുതിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പേറ്റ് എത്ര നാളും ഞാനിവിടെ ജീവിക്കും? അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പോകുന്നത്. മൈഥിലി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ എന്റെ വീട്ടുകാര് മൈഥിലിയെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരിയും മൈഥിലി തന്നെയല്ലേ? അതല്ല കാർത്തിക്, എന്നെ കൊല്ലാനായിട്ട് പോയിസൺ തന്നവളാ മീനാക്ഷി. എങ്ങനെയാ കാർത്തിക്കിന് ഇത്ര വേഗം അവളോട് ക്ഷമിക്കാൻ കഴിയുന്നത്? നീ എന്റെ ഭാര്യ ആയിരിക്കുമ്പോ മറ്റൊരുത്തനുമായിട്ട് ഒളിച്ചോടിയതിലും വലുതൊന്നും അല്ലല്ലോ മീനാക്ഷി ചെയ്തത്. ഇവക്ക് ചെവി അടച്ചാടി കിട്ടിയതുപോലെ. നീ എന്നെ വഞ്ചിച്ചവളാ. പക്ഷെ മീനാക്ഷി എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാ. മാത്രമല്ല മീനാക്ഷി എന്റെ ഭാര്യ. താൻ പല പ്രാവശ്യം അവളെ ഉപദ്രവിച്ചപ്പോ അവൾ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തനിക്ക് തന്നു. അത്രേ ഉള്ളൂ. സാഹചര്യം കൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ചെറിയ തെറ്റൊന്നും അല്ലല്ലോ നിനക്ക് പറ്റിയത്. നീ എന്റെ മനസ്സ് തകർക്കുകയും എനിക്ക് മാനഹാനി വരുത്തിയുള്ളൂ. അങ്ങനെ തന്നെ കൊടുക്കങ്ങോട്ട്. എനിക്കങ്ങ് ഇഷ്ടമായി. മൈഥിലി ചെയ്ത പാപം വെച്ച് നോക്കുമ്പോ മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മരുന്ന് അവൾ എനിക്ക് തന്നതുകൊണ്ടായിരിക്കും ഞാൻ വല്ലാതെ ക്ഷീണിതയാ. രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. നാളെ രാവിലെ ആവുമ്പോ മാറിക്കോളും. രാവിലെ കുളിച്ച് ഫ്രഷായി എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ട് പോയാ മതി. എന്തായാലും ഇത്രയും നാളും ഇവിടെ നിന്നല്ലേ. അപ്പോ ഞാനിവിടുന്ന് പോണോന്ന് തന്നെയാണോ കാർത്തി പറയുന്നത്? പോണോന്ന് പറഞ്ഞത് മൈഥിലി തന്നെയല്ലേ? ഞാൻ മൈഥിലിയോട് പോവാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും മൈഥിലി തന്നെ തീരുമാനിക്കാം പോണോ വേണ്ടയോ. ആ അവിടെ മീനാക്ഷി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. ഇന്നും ഫസ്റ്റ് നൈറ്റ് ആണോ? ഒരു മാസത്തോളം ഉണ്ടാവുമല്ലോ ഈ ഫസ്റ്റ് നൈറ്റ്. അയ്യടാ, ഈ പാല് കണ്ടിട്ടാണെങ്കിലേ തുള്ളണ്ടാട്ടോ. ഇത് സാധാരണ നൈറ്റിലേക്ക് കാർത്തിയേട്ടന് തരുന്ന പാലാ. കഷ്ടം. ഞാൻ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും എന്നാ കരുതിയത്. പണ്ടൊക്കെ ഓണത്തിന് എനിക്കുണ്ടാവുന്ന നിരാശയാ ഇപ്പൊ എനിക്കുണ്ടായത്. അതെന്താ? അത്തം പറഞ്ഞാ പിന്നെ ഓണം തുടങ്ങുകയല്ലേ. പക്ഷേ ചതയം കഴിയുമ്പോ ഓണം തീർന്നു എന്ന് എല്ലാരും പറയും. പിന്നെ എനിക്ക് നിരാശയാ. ചിങ്ങമാസം മുഴുവൻ ഓണം വേണമെന്ന എന്റെ മോഹം. കാർത്തിയേട്ടന് മൈഥിലിക്ക് കൊടുത്ത മറുപടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മീനാക്ഷി അത് കേട്ടോ? കേട്ടു. നിങ്ങൾ തമ്മിൽ ആ സംസാരം നടക്കുമ്പോ ഞാനവിടെ പിന്നിൽ നിപ്പുണ്ടായിരുന്നു. അവള് പോവാൻ പോകുന്നു. എവിടെ പോവാൻ? ഡിവോഴ്സ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനൊന്ന് മയത്തിൽ പെരുമാറുന്നു. അത് മുതലെടുത്ത് അവള് മീനാക്ഷിയെ കുറ്റം പറയുന്നു.
ഞാൻ വിടുവോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ അവള് തലേ കയറും കേട്ടോ. ആ മൈഥിലി ഇപ്പൊ അരപ്പിരിയ. മുഴുപ്പിരിയാവുന്നതിന് മുൻപ് ഡിവേഴ്സ് കിട്ടിയാ മതിയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ മീനാക്ഷി കൂടുതൽ കൂടുതൽ സുന്ദരിയാവുക. ഇന്ന് ഒരു യവന സുന്ദരിയെ പോലെ. ഒന്ന് പോ കാർത്തിയേട്ടാ. ആ നമുക്കേ സാറ്റ് കളിക്കാം. ആ അത് കൊള്ളാം. ഞാൻ നിന്റെ കണ്ണു പൊത്താം, നീ എന്നെ കണ്ടുപിടിക്കണം. തിരിച്ചായാലോ? ഞാൻ കാർത്തിയേട്ടനെ കണ്ണുകെട്ടാം, കാർത്തിയേട്ടൻ എന്നെ കണ്ടുപിടിക്കണം. ആ, ശരി, എന്നാൽ അങ്ങനെ. തിരിഞ്ഞ് ഏയ് ദേ, പതുക്കെ കെട്ടിയാ മതിയെന്ന്. അതൊന്നും പറ്റില്ല, മുറുക്കെ കെട്ടും. കള്ളത്തരം കളിയിൽ വേണ്ടാട്ടോ. ആ ശരി, ആരംഭിക്കാം. ദേ, ഈ മുറിക്കാതാണേ, പുറത്തേക്ക് പറ്റില്ല. ആ ഓക്കെ. ഏയ് ഇതെന്താ കണ്ണു കെട്ടിയത് ശരിയായില്ലേ? കാർത്തിയേട്ടൻ എന്റെ പിന്നാലെ തന്നെ വരികയാണല്ലോ. കിട്ടി കിട്ടി. കാർത്തിയേട്ടാ, ഞാൻ കളി ജയിച്ചേ. എന്തോ ഉടായ്പുണ്ടല്ലോ. കണ്ണു കാണായിരുന്നോ? ഏയ് ഇല്ല. പക്ഷെ എന്നെ കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു സൂത്രം കാർത്തിയേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. അതെന്താ? പറയട്ടെ? പറയണം. പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.